ഹേ ഗൈസ്, ഓ മൈ ലൈഫിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മൺട്രോ തുരുത്തിയിലേക്കാണ്. കൊല്ലത്താണുള്ളത്. അപ്പോൾ ഇതേ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിക്കാൻ കയറി. അടൂർ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഞാൻ ഇടിയപ്പവും വെജിറ്റബിൾ കറിയുമാണ് കഴിച്ചത്. ഫിൽഫിൽ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അടൂരാണുള്ളത്. എന്നിട്ട് ഇതേ ഞാൻ ബസ്സിൽ കയറി ഒരു കോഫിയൊക്കെ കുടിച്ചു. കോഫി ബസ്സിൽ തന്നെ ഒരാൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുടിച്ചില്ല. എന്നിട്ട് നമ്മളൊരു 9:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊരു ഓറഞ്ച് ജ്യൂസ് തന്നായിരുന്നു, ഇങ്ങനെ കസ്കസൊക്കെ ഇട്ടിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ട് വന്ന് നമ്മൾ ബോട്ടിൽ കയറി. ഫുള്ള് ബോട്ടിലാണ് നമ്മൾ രാവിലെ ഈ 9 മണി തൊട്ട് വൈകിട്ട് ഒരു 3:30-4 മണി വരെ ബോട്ടിലാണ്. ആദ്യം നമ്മളിതുപോലെ ഒരു ഹൗസ് ബോട്ട് പോലെ ഉള്ളതിലാണ് കയറുന്നത്. പിന്നെ നമ്മൾ ഒരു ചെറിയ വള്ളത്തേലാണ് നമ്മൾ പോകുന്നത്. അപ്പോഴത്തേക്കും ബോട്ടിൽ കയറിയിരുന്നു. നമ്മളിതുപോലെ ഒരു പ്രൈവറ്റായിട്ട് ഒരാളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഈ ബോട്ടിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ബെഡും പിന്നെ ടോയ്ലറ്റും ഒക്കെ ഉണ്ട്. ആ ബെഡ്റൂമിൽ തന്നെ ഒരു വിൻഡോ പോലെ നമുക്ക് ഇരുന്ന് അവിടെയൊക്കെ കാഴ്ച കാണാം. നല്ല രസമായിരുന്നു. നല്ല തണുപ്പാണ്. ഇപ്പോൾ ഡിസംബറൊക്കെ ആവാറായില്ലേ, അപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അതും കൊല്ലം, തിരുവനന്തപുരത്തൊക്കെ നല്ല തണുപ്പായിരുന്നു എന്നാണ് കേട്ടത്. ഈ മൺട്രോ സാഹിബ് വന്ന സമയത്ത് ഈ നാട്ടുപ്രമാണിമാരുണ്ടായിരുന്നല്ലോ, അന്ന് അടിമത്വമായിട്ട് ആൾക്കാരെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. അവരെ എല്ലാം പിടിച്ച് പാറശാലയ്ക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇങ്ങനൊരു സ്ഥലം കാണുകയും ചക്കുലങ്ങളായിട്ട് കിടക്കുക. അങ്ങനെ ചെറിയ തോടുകൾ കോരി കരയാക്കി എടുത്ത ഭാഗമാണ്. ഇവിടുന്ന് പടിഞ്ഞാറോട്ടുള്ള സ്ഥലങ്ങളല്ല. അങ്ങനെ ആക്കി എടുക്കുകയും ലക്ഷ്മി തമ്പുരാട്ടി ജലമാർഗം ഇങ്ങനെ വന്ന വഴിക്ക് ഈ ഒരു സ്ഥലം നല്ല ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്ന കണ്ടോട്ട് പുള്ളി ഇതാരാന്ന് വെച്ചപ്പോ കേണൽ മൺട്രോ, ജോൺ മൺട്രോ, പിന്നെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. 3 പേർക്കാണ് ദിവാനായിട്ട് കൊടുത്തത്. സെഞ്ചൂട് എന്നും പറഞ്ഞ സാഹിബുണ്ട്. ആ പുള്ളി എറണാകുളത്ത് ഒരു ബംഗ്ലാവും അവിടെ ഒരു സ്കൂളും ഉണ്ട്. ഇവിടെ മൺട്രോ സാഹിബിൽ ഇവിടെ ഒരു സ്കൂളും ഉണ്ട്, ഒരു ബംഗ്ലാവും ഉണ്ടായിരുന്നു. അങ്ങനെ ആക്കിയെടുത്തപ്പോൾ ലക്ഷ്മി തമ്പുരാട്ടി ഈ വഴി പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഇത് ആരാ റെഡിയാക്കിയത്, ദിവാനായി കൊടുത്തിരുന്നത് ഈ ജോൺ മൺട്രോ ആണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരാണ്. അപ്പം മഴയൊന്നും ഏതായാലും ഭാഗ്യത്തിന് പെയ്തില്ല. അപ്പം തണുപ്പായതുകൊണ്ട് തന്നെ ബോട്ടിൽ പോകാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു ഐലൻഡിൻ്റെ നടുക്ക് കൊണ്ടുപോയി അവിടെ വെള്ളം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പോയ ടൈമിൽ വള്ളംകളി എന്താണ് ഉണ്ടായിരുന്നു. ഞാൻ പേര് പറഞ്ഞ എന്തായിരുന്നു വള്ളംകളി, ഒരു പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ ഐ ലവ് മൺട്രോ ഐലൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടാണ് ഇതുപോലെ ഇച്ചിരിയേ ഉള്ളൂ വെള്ളം, നിങ്ങൾക്ക് തന്നെ കാണാം. പിന്നെ ഇത് കണ്ട് ഈ മരം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കാണാം. നല്ല രസമാണ്. ഒരു പ്രത്യേക തരം മരമാണ്. കാണാൻ തന്നെ നല്ല രസമാണ്. നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോയി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് പണിയായി. നമ്മുടെ ബോട്ടിന് എന്തോ കംപ്ലയിൻറ്റ് പറ്റി. വേറൊരു ബോട്ടുമായിട്ട് നമ്മുടെ ബോട്ട് കിട്ടിയിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ കൊണ്ട് നിർത്തി നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്ക് അടുത്ത ഒരു ബോട്ട് വന്ന്. അപ്പോൾ നമ്മൾ വേറൊരു ബോട്ടിൽ കയറിയാണ് പിന്നെ പോയത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ബോട്ടിനേക്കാളും രണ്ടാമത്തെ ബോട്ടാണ് ഇഷ്ടപ്പെട്ടത്. അത് പുതിയ ബോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബോട്ടിൽ കയറി ഇങ്ങനെ പോവുകയാണ്. പാട്ടൊക്കെ വെച്ച് നല്ല ബോട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് പോകാൻ രസമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറച്ച് ഒരു 10-20 പേരായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ആദ്യം കയറിയപ്പോൾ ബോട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു പോയത്. പിന്നെ 2 ഗ്രൂപ്പായി തിരിഞ്ഞു. അപ്പോൾ അതൊരു കുറച്ച് വിഷമമായി. പിന്നെ സെറ്റായി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ വീണ്ടും ആദ്യം കയറിയിട്ട് തന്നെ വന്ന് നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് ചോറ്, സാമ്പാർ, കപ്പ, പപ്പടം, ബീട്രൂട്ട് പച്ചടി, സാലഡ്, ക്യാബേജ് തോരൻ, സേമിയ പായസം, പിന്നെ നാരങ്ങ അച്ചാർ, അവിയൽ ഒക്കെ ആയിരുന്നു. നമ്മൾ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ ഫുഡാണ് എടുത്തത്. പിന്നെ അല്ലാതെ മീൻ ഫ്രൈ, കരിമീൻ പൊള്ളിച്ചതും, പിന്നെ കപ്പായും മീൻ കറിയൊക്കെ, നോൺ വെജ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ച് കഴിഞ്ഞ് ആദ്യം നമ്മൾ ഹൗസ് ബോട്ടിലാണല്ലോ പോയത്. ഇപ്പോൾ നമ്മൾ ഒരു വള്ളത്തിലാണ് പോയത്. ഞാൻ വിചാരിച്ചു അതെന്താ നമ്മൾ അങ്ങനെ കയറിയെന്ന്. പിന്നെയാണ് പകുതി വഴിയായപ്പോഴാണ് മനസ്സിലായത്. ഇതുപോലെ ഒരു
ഇങ്ങനെ പാലം എന്താണ് ഇനി പറയുന്നത് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇവിടെ കൂടെ പോകണമെങ്കിൽ ഹൗസ് ബോട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇതുപോലെ ചെറിയ വള്ളത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നല്ലോണം താഴെ ഇങ്ങനെ തല ഇതാക്കിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ തലയോടെ അവിടെ നമ്മൾ ഉരഞ്ഞു പോകേണ്ടി വരും. ഹൈറ്റൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ കൂടെ പോകാൻ നല്ല പണിയായിരിക്കും. ഇതിലും നമ്മുടെ ഹൈറ്റ് കുറഞ്ഞവരുടെ വരെ തല ഇടിക്കുന്നൊരു ഇത് വന്നായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും താഴ്ന്നിരിക്കണം. അപ്പം ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൗസ് ബോട്ടിനേക്കാളും ഇതായിരുന്നു രസം. നമ്മളിങ്ങനെ കുറേ ചെടികളുടെ ഇടയ്ക്കൂടി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ മീൻ ഒക്കെ വളർത്തുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു പോകാനായിട്ടിങ്ങനെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ കാമായിട്ട് പോകാം. എന്നിട്ട് ഇടയ്ക്ക് എത്തുമ്പോഴത്തേക്കിനും ഇപ്പോൾ കണ്ടോ ഇത് ഇച്ചിരിയേ ഉള്ളൂ, നമ്മളിങ്ങനെ ഭയങ്കര ഇടവഴി കൂടെ പോകുന്ന പോലെ. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ അത് ഭയങ്കര ഇതുപോലെ കണ്ടോ ഭയങ്കര വലുതാവും വഴിയൊക്കെ. അപ്പം നല്ല രസമായിരുന്നു പോകാനായിട്ട്. പിന്നെ ഇതെന്ത് കയാക്കിങ്ങോ അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നത്. അങ്ങനെ കുറേ പേര് പോകുന്നതൊക്കെ കണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഉച്ചയ്ക്ക് കഴിച്ച അതേ സ്ഥലത്തെത്തിയത് ചായയും ഏത്തയ്ക്കാപ്പവും കഴിച്ച് നമ്മുടെ അന്നത്തെ പരിപാടി കഴിഞ്ഞു. നല്ലതായിരുന്നു ബോട്ടിംഗ് ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇതേണ്ട കൊല്ലം ബീച്ചിൽ പോയി. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ട്രിപ്പ് അവസാനിച്ചു.